വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പിരികം വളരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആ പ്രൊഡക്റ്റ് കാണാതെ പോയതുകൊണ്ട് എനിക്കത് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഞാനത് ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വീഡിയോ ഇടാൻ കുറച്ച് ടൈം എടുക്കും, ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ പ്രൊഡക്റ്റ് കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനു മുമ്പായിട്ട് ഞാൻ പിരികം വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ചെയ്തിട്ട് എനിക്ക് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ അധികമൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. എന്നല്ല, ചെയ്ത് നോക്കിയതൊന്നും ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എനിക്ക് ചെയ്തിട്ട് എഫക്റ്റ് കിട്ടിയത് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ ഞെക്കുമ്പോൾ ഓൾ ഓപ്ഷൻ ഞെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മിക്സ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഐബ്രോയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ പിരികത്തിലൊരു ചെറിയ വെട്ടുണ്ട്. അപ്പോൾ അത് അവിടെ എന്ത് ചെയ്താലും പിരികം വളരില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ഞാൻ ചെറിയൊരു ഫില്ലറിൽ പോലത്തെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് അത് ഓരോ ഡ്രോപ്പ് യൂസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിരികത്തിൻ്റെ ഈ ഹെയറിനൊരു കട്ടി വന്ന പോലെ ഫീൽ ചെയ്തു. പിരികം വളർന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. പക്ഷേ അത് യൂസ് ചെയ്താൽ വളരും എന്നുള്ളത് എനിക്കൊരു ഷുവറാണ്. കാരണം അത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, പിരികത്തിൻ്റെ കട്ടിയൊക്കെ വെച്ചായിരുന്നു. പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തില്ല. കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വളർന്നേനെ. ഇപ്പോൾ ആർക്കെങ്കിലും ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ കണ്ടിന്യൂ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്താൽ നല്ലതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു പിരികം വളരാൻ വേണ്ടിയിട്ടില്ല, പിരികത്തിന് കറുപ്പ് കിട്ടാൻ വേണ്ടി എന്നും രാത്രി ഞാൻ പിരികം ഇങ്ങനെ കൺമഷി കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കട്ടിക്ക് എഴുതി കൊടുക്കുമായിരുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതായത് ഇപ്പം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതായത് റെഗുലറായിട്ടല്ല. ഇപ്പോൾ ഒരു 1 വീക്ക് ചെയ്താൽ പിന്നെ കുറച്ച് ദിവസം ഞാൻ ചെയ്തു എന്ന് വരില്ല, പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നന്നായിട്ട് ചെയ്യാറുണ്ട് അടുത്തില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിരികത്തിനൊരു കറുപ്പുണ്ട്. അപ്പോൾ പിരികത്തിന് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടെ ചെയ്യുക, അത് നല്ലതാണ്. പിന്നെ ഞാൻ അധികം പരീക്ഷണമൊന്നും ഞാൻ വീട്ടിൽ അധികം നടത്തി നോക്കിയില്ല. പിന്നെ ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് ചെയ്തത്. അത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ മേടിച്ചത്. ഇത് ശരിക്കും ആണുങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് താടിയും മീശയൊക്കെ വളരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് ലേഡീസ് ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു പിരികം വളരാൻ വേണ്ടി. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് ഈ പ്രൊഡക്റ്റ്. 399 രൂപയാണ്. 35 ml ഓഫ് പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതൊരു ഓയിലാണ് കേട്ടോ, ഒരു ഓയിലാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഡ്രോപ്പായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചധികം യൂസ് ചെയ്യാം. ഇത് പിരികത്തിന് നല്ലതാണ്, കാരണം ഇതിൻ്റെ ഒരു സംഭവം ഒരു ഇതുപോലെ വന്നിട്ട് കണ്ടോ, ഇതുപോലൊരു ക്യാപ്പ് ഉണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ ഡ്രോപ്പായിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഞാൻ ഇത് കുറച്ചേ യൂസ് ചെയ്തുള്ളൂ എന്നല്ല, നമ്മൾ എത്ര യൂസ് ചെയ്താലും പെട്ടെന്നൊന്നും തീരില്ല. ഓരോ ഡ്രോപ്പ് വെച്ചില്ല എടുക്കുന്നത്, കുറേ നടത്തിയിട്ടുണ്ടാവും. പിന്നെ അടച്ച് വെക്കട്ടെ കേട്ടോ. കണ്ടോ, ഇതുപോലെ ആണ് വരുന്നത്. കണ്ടോ, ഇത് ഇങ്ങനൊരു ഈ പെയിൻറ്റിൻ്റെ ഒക്കെ ഡപ്പയുണ്ടല്ലേ, പെയിൻറ്റിൻ്റെ ഒക്കെ അതുപോലത്തെ ഇപ്പോൾ ഒരു സംഭവത്തിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വന്നത് സാധനം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 35 ml ഉണ്ട്. 399 ആണ് പ്രൈസ്. നമുക്ക് പിരികത്തിലേക്ക് ആകുമ്പോഴത്തേക്കും ഒരു 2 വർഷമൊക്കെ എങ്ങനെയായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അഫോർഡബിൾ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ഇത് യൂസ് ചെയ്തിട്ട് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബ്ലാക്ക് കളർ നമ്മുടെ പിരികത്തിനൊക്കെ വരുന്നുണ്ട്. പിരികം വളരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതും ഞാൻ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതും അതുപോലെ തന്നെ ആവണക്കെണ്ണ യൂസ് ചെയ്ത പോലെ തന്നെ പിരികത്തിൻ്റെ ഒരു കളർ വെച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ നിർത്തി, കുറച്ച് ദിവസം യൂസ് ചെയ്തില്ല. പിന്നെ ഇത് കാണാതായി. പിന്നെ ഇപ്പോഴാണ് ഈ സാധനം കിട്ടുന്നത്. ഇനി അത് യൂസ് ചെയ്യും. പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് നല്ല അടിപൊളി സാധനങ്ങൾ മാത്രമാണ്. ഇതിലൊരു പറഞ്ഞിട്ടുണ്ട്, ഇതിലിവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ബ്ലെൻഡ് ഓഫ് 8 നാച്ചുറൽ ഓയിൽസ് ഫോർ നൗറിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതെ, ഇതിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിരിക്കുന്നത് അതുപോലത്തെ ഓയിൽസാണ്. അവക്കഡോ ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഒലീവ് ഓയിൽ, ആർഗൻ ഓയിൽ, വാട്ടർമെലൺ സീഡ് ഓയിൽ, അങ്ങനെ കുറേ ഓയിൽസിൻ്റെ ഒരു ബ്ലെൻഡാണെന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനത് മേടിക്കാൻ കാര്യം. ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ബോയ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് താടിയും മീശയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ബോയ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പിരികം വളരാൻ വീട്ടിലൊന്നും ചെയ്തു നോക്കാൻ മടി, ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്തു നോക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യാം. നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ലൊരു ഓയിലാണ്. അപ്പോൾ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് എന്നോട് കുറച്ച് പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ എനിക്കിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അത്ര അനുഭവവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.